എല്ലാ ദിവസവും കൃത്യമായി അഫർമേഷൻസ് പറയുകയും മിറർ ടെക്നിക്ക് ചെയ്യുകയും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എല്ലാം അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടും എന്റെ ആഗ്രഹങ്ങൾ ഇതുവരെ നടന്നു കിട്ടിയില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ വെറും 2 മിനിറ്റ് മാത്രം എനിക്ക് നൽകൂ. ഞാൻ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരാം. റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായി തന്നെ കാണുക. നിങ്ങൾ ഒരുപാട് സമയം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഗോളിനോട് ഭയങ്കരമായിട്ടും അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റിയോട് കൂടിയായിരിക്കും നിങ്ങളുടെ ഗോളിനെ കാണുന്നതും അത് അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതും. ഇത് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അതായത് എല്ലാം എനർജി ലെവലിൽ ഒന്നാണ് എന്നാണ് നമ്മൾ ക്വാണ്ടം ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ക്വാണ്ടം ഫീൽഡിൽ ഇരിപ്പുണ്ട്, അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് സംഘർഷം നടക്കുകയാണെങ്കിൽ, നമ്മളുടെ ഉള്ളില് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയാണ്, ആശങ്കയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലെ വൈബ്രേഷൻ എന്തായി മാറും? ആ ഒരു ആശങ്കയുടെ വൈബ്രേഷൻ ആയിട്ട് കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് വേണ്ടത് എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങള് ബോധപൂർവമായിട്ട് നിങ്ങളുടെ 2 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴായാലും 2-3 പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ 2 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. ഈ 2 മിനിറ്റ് ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. പോസിറ്റീവ് വൈബുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. പേഴ്സണൽ സെഷൻസ് വേണ്ടവർക്ക് വാട്സ്ആപ്പ് നമ്പർ ത്രൂ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അത് വേണമെന്ന് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അത് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ 1000 തടസ്സങ്ങൾ നമുക്ക് മുന്നിലുണ്ടാകും. അതിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് വേണമെന്ന്, നമുക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിശ്വാസം, നമുക്ക് അതിനെതിരായിട്ടുള്ള വിശ്വാസമാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. കാരണം നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഓരോ ആഗ്രഹത്തിനും നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു ജീവിതം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. പലരും വിചാരിക്കും ഇത് എന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ശരിക്കും വാസ്തവം അതാണ്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അത് നമുക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഏതോ ഒരു വിശ്വാസമാണ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതേതാണെന്ന് നമ്മളോട് തന്നെ ചോദിച്ച് ആ വിശ്വാസങ്ങളെ, അതായത് ആ ഒരു ആഗ്രഹത്തിന്റെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ടാവും. നമുക്ക് അത് വേണമോ വേണ്ടയോ, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം. അപ്പൊ നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് എഴുതി വെച്ച് നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കും. നമ്മൾക്ക് ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ വിശ്വാസത്തെ കണ്ടെത്തി നിങ്ങൾ പൂർണ്ണരാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് നിങ്ങൾ അർഹനാണ് എന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. പലപ്പോഴും നിങ്ങൾ ചെയ്ത ടെക്നിക്സിന്റെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസം,
നിങ്ങളെ ഇത് എനിക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ് ഈ ബ്ലോക്ക് കിടക്കുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെയാണ് നമുക്ക് 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിനെ നമ്മൾ റിമെമ്പർ വെൻ എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. ഈ 2 മിനിറ്റിന്റെ ഘടന എങ്ങനെയാണ്? നിങ്ങളുടെ ദിവസത്തിലെ എപ്പോ വേണമെങ്കിലും ഈ 2 മിനിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ എവിടെയാണെങ്കിലും നിങ്ങൾ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നടുനിവർത്തി കൈകളും കാലുകളും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഡീപ് ബ്രെത്ത് എടുക്കുക. 2-3 വട്ടം ദീർഘമായി ശ്വാസം എടുത്ത് ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. കൗണ്ട് 1 2 3 4 5 6 അങ്ങനെ കൗണ്ട് ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം വീണ്ടും 6 വരെ 1 2 3 4 5 6 വരെ കൗണ്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 3-4 വട്ടം ചെയ്യുക. അപ്പോ ഓൾറെഡി നിങ്ങളുടെ ബോഡി ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെ കാലിന്റെ പെരുവിരൽ മുതൽ നിങ്ങളുടെ നെറുകം തല വരെ നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് ഉൾപ്പെടെ ഫുൾ ബോഡി റിലാക്സ്ഡ് ആക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 6 വരെ കൗണ്ട് ചെയ്യുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും 6 വരെ കൗണ്ട് ചെയ്യുക. ഇങ്ങനെ വീണ്ടും 2-3 വട്ടം ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബോഡിക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥ കൈവരികയാണ്. കാരണം നമ്മളല്ലാത്ത സമയത്തെല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും. അപ്പൊ നമ്മൾ സർവൈവൽ മോഡിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊന്നും നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറയുന്നത്. നിങ്ങൾ പൂർണ്ണരാണ്, നിങ്ങൾ സമ്പൂർണരാണ്, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ആ ഒരു സമയമാണത്. അപ്പൊ നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1 മിനിറ്റോട് കൂടി നമ്മൾ നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആക്കി. അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടവർ സ്പെൻഡ് ചെയ്തോളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞ 1 മിനിറ്റ് മതി ആ ഒരു സമയം നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കാനായിട്ട്. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള ടെക്നിക്കിലേക്ക് വരുന്നത്. നമ്മുടെ ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഓർമ്മയുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് പണമില്ല, സ്കേഴ്സിറ്റി ആണ്, ഒരു മൈൻഡ് സെറ്റ് ആണുള്ളതെങ്കിൽ നിങ്ങൾ പറയണം, ഓർമ്മയുണ്ടോ എനിക്ക് പണം 1 രൂപ പോലും ചിലവാക്കാൻ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഞാനിപ്പോ എന്റെ കയ്യിൽ ചിലവാക്കി തീർക്കാൻ പറ്റുന്നതിലും അധികം പൈസ എന്റെ കയ്യിൽ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യത്യസ്ത വരുമാന മാർഗങ്ങളിലൂടെ എനിക്ക് ധാരാളം പണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും എത്രമാത്രം ചെലവാക്കണമെങ്കിലും ചിലവാക്കും തോറും എന്റെ കയ്യിൽ പണം കൂടിക്കൂടി വരികയാണ്. ഇനി എനിക്ക് പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കില് ഞാൻ അവിവാഹിതയായിരുന്ന അല്ലെങ്കിൽ അവിവാഹിതനായിരുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ഇന്ന് ഞാൻ എന്റെ ജീവിത പങ്കാളിയുമായി വളരെ സന്തോഷത്തോടെ ഹണിമൂണിന് എനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് യാതൊരു മതിപ്പുമില്ലാതിരുന്ന ഒരവസ്ഥയെ എനിക്ക് ഓർമ്മയുണ്ടോ? പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും നല്ല വ്യക്തിയാണ്, ഏറ്റവും മികച്ചതാണ്, ഞാൻ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ടതെല്ലാം ഇപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇതെന്താ ഈ പറയുന്നേ, ഇത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനൊരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതൊരു പഴയ കാര്യമായിട്ട് റിസീവ് ചെയ്യുകയും ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം എല്ലാം ഉണ്ട് എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഫീലിംഗ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അതിനെ തിരിച്ചറിയാൻ പറ്റില്ല, അത് സത്യമാണോ മിഥ്യയാണോ എന്ന്. അപ്പൊ അത് സത്യമാണെന്ന് ധരിച്ചിട്ട് നമ്മുടെ RIS നമുക്ക് ആ ഒരു സത്യത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നതാണ്. അതാണ് ഈ ടെക്നിക്കിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയി കഴിഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിന് തോന്നുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങും. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല ടെക്നിക്സും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.